ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 500 ഗ്രാം കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് 4 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാണ്. ഇത് ഒരു 1.5 ടീസ്പൂൺ ഉണ്ട്. പിന്നെ വേണ്ടിയത് 1.5 ടീസ്പൂൺ എരിവില്ലാത്തതും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും പച്ചമുളകും. ആദ്യം നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം. അതിനായി ഞാൻ കുറച്ച് വെള്ളവും ഒരു 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് കൂടെ ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. നമ്മുടെ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ കോളിഫ്ലവർ ഇട്ട് വയ്ക്കണം. ഒരു 5 മിനിറ്റ് നേരം ഈ കോളിഫ്ലവർ ഇതിനകത്ത് കിടന്നാൽ മതിയാവും. ഇത് വെള്ളത്തിൽ നന്നായി താഴ്ത്തി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം നന്നായി നമുക്ക് ഊറ്റിയെടുക്കണം. അതിനായി ഞാനൊരു സ്ട്രെയിനറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ വെള്ളം നന്നായി പോയി കിട്ടണം. ഇനി നമുക്കൊരു പാത്രത്തിൽ ഇതിന് വേണ്ടി ബാറ്റർ തയ്യാറാക്കണം. നമുക്ക് ഈ പാത്രത്തിലേക്ക് മൈദയും കോൺഫ്ലവറും അതുപോലെ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കറിവേപ്പില, അത് 1 തണ്ട് കറിവേപ്പില ചെറുതായി നുറുക്കിയതും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിനെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഇത് നമ്മൾ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി അതിനെ യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിനെ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഗോബി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ വേണം തീ ഓഫ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഗാർണിഷ് ചെയ്യാനുള്ള കറിവേപ്പിലയും പച്ചമുളകും കൂടെ വറുത്തെടുക്കാം. നമ്മുടെ കോളിഫ്ലവർ നന്നായി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയാണ്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ കഴിക്കുമ്പോൾ അതിനുള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ്സ് ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.